ഹായ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നൊരു ഓട്സ് പുട്ടാണ്. ഓട്സ്, മുരിങ്ങയില, തേങ്ങ ഒക്കെ വെച്ചുള്ളൊരു പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഒരു കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഒരു കതപ്പ് മുരിങ്ങയില എടുത്തിട്ടുണ്ട്. അത് ഊരിയൊക്കെ വെച്ചേക്കും. ഇത് നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ആവശ്യത്തിന് ഇട്ടാൽ മതി. എല്ലാം കൂടെ നമുക്കൊന്ന് കൈ വെച്ചൊന്ന് ഞെവിടി കൊടുക്കാം. നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞെവിടി എടുക്കാം. നല്ലോണം ഞെവിടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇത്രയും മതി. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല പുട്ടിൻ്റെ പരുവായി നമുക്കിതിനകത്തോട്ടിടാം. കുറേശ്ശെ വെള്ളം ഇങ്ങനെ കുടഞ്ഞെടുത്ത് നമുക്ക് നനച്ചെടുക്കാം. വെള്ളം കൂടല് കുറേശ്ശെ. ഇത് കൊളസ്ട്രോളുകാർക്കും ഷുഗറുകാർക്കും എല്ലാം നല്ലതാണ് ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുന്നത്. നല്ലൊരു ഹെൽത്തിയായ ഒരു പുട്ടാണ്. പിന്നെ പുട്ട് പുഴുങ്ങുകയാണെങ്കിൽ നല്ലതാണ്. ഓട്സും മുരിങ്ങയിലയും നമ്മൾ ഇച്ചിരി കുറച്ച് തേങ്ങ ഇട്ടിട്ടുള്ളൂ. ഇത് ഇത്രയും നമ്മളാക്കിയെടുത്ത് ഇനി നമ്മൾ കുട്ടിയിലോട്ട് വെച്ച് പുഴുങ്ങിയെടുക്കാം. നമ്മൾ പുട്ട് കുറ്റിയിലോട്ട് വാരിയിടാം. നമ്മൾ തേങ്ങയൊക്കെ ഇട്ടല്ലേ ഇത് അരച്ചത്, അതുകൊണ്ട് നമ്മൾ തേങ്ങ അല്ലാതെ ഇടുന്നില്ല ഇതിനകത്ത്. ഒരു കുറ്റി പുട്ടിനെ ഞാൻ തയ്യാറാക്കുന്നുള്ളൂ. നമുക്കതിനുള്ള മുരിങ്ങയില ഉള്ളായിരുന്നു. പുട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാം. പുട്ടെല്ലാം റെഡിയായി. നമുക്ക് ഒരു പാത്രത്തിലോട്ട് കുത്തിയിടാം. പാത്രത്തിലോട്ടാക്കാം. നമുക്ക് നമ്മുടെ ഹെൽത്തിയായ ഓട്സും മുരിങ്ങയില പുട്ട് റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ പാടൊന്നുമില്ല. കുറച്ച് മുരിങ്ങയിലയും കുറച്ച് ഓട്സും മാത്രം മതി. നമ്മൾ അടിപൊളി പുട്ടാണ്. കഴിക്കാൻ നല്ല കൊളസ്ട്രോളും ഷുഗറുകാർക്കെല്ലാം ഇത് കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വലിയ പാടൊന്നുമില്ല ഇത് തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കൊളസ്ട്രോളും ഷുഗറൊക്കെ ഉള്ളവർ കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ വൈകുന്നേരം കഴിക്കുന്നതിനും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി വരുന്നതായിരിക്കും. ഇതേപോലെ പുതിയ റെസിപ്പീസായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം.